ഇയാൾ ആ സിനിമയിലെ സമയത്ത് ഇയാൾ കുറേ ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും നോക്കണ്ട, അയാൾ ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. ഈ സിനിമയിലെ തന്നെയാണ് എനിക്ക് വാഴയിൽ ഗുണം കിട്ടിയത്. റെനി എൻ്റെ പേര് നിർദ്ദേശിച്ചു, ഇതിൻ്റെ ഫോട്ടോ ഇവിടെ കാണിച്ചു. അപ്പോൾ ആരിസ് നമ്മുടെ ദേശം ആരിസ്ക, അനീഷേട്ടൻ ആലുവ, ഇവർ ഈ ഫോട്ടോ ഇയാൾ പഴയ സിനിമാലാക്കാരനല്ലേ, ഇയാൾ ആ സിനിമയിലെ സമയത്ത് ഇയാൾ കുറേ ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും നോക്കണ്ട, അയാൾ ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെയും സിനിമയിൽ നമുക്ക് ലൈഫിൽ ഗുണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയിൽ നിന്ന് പോയപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു? ഒയ്യോ, ഭീകരാവസ്ഥയായിരുന്നു. കാരണം അന്ന് ഏഷ്യാനെറ്റാണ് ഒരു പ്രൈവറ്റ് ചാനലിലേക്ക് ഏറ്റവും സജീവമായിട്ട് ഇരുന്നത്. 20 വർഷമാണ് സിനിമയില തുടങ്ങിയത്, അറിയാമല്ലോ. അതെ അതെ, പ്രഗത്ഭരായിട്ട് ആൾക്കാരൊക്കെ. ലാസ്റ്റ് ഞങ്ങളുടെ ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം 10 വർഷം നമ്മളാണ് സജീവമായിട്ട് നിൽക്കുന്നത്. വേറെ മറ്റ് ചാനലിലൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ തന്നെയും സിനിമാല എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു അഡ്രസ്സായിരുന്നു. പെട്ടെന്ന് നിർത്തി എന്ന് പറയുമ്പോഴേക്കും വല്ലാത്തൊരു ശൂന്യതയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ അവിടുന്ന് ചിന്ന ഭിന്നമായി എല്ലാവരും അങ്ങോട്ട് കിടക്ക് മാറിപ്പോയി. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. വർഷത്തിലൊരിക്കലും ഞങ്ങളൊന്ന് ഒരു 1 ഡേ ടൂർ പോകും, സിനിമാലാക്കാരെല്ലാവരും കൂടി, ചേച്ചിയും എല്ലാവരും ചേർന്നിട്ട്. ഇപ്പോഴും പോകും. എല്ലാ വർഷവും സമയം കണ്ടെത്തിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ദിവസം ഇരിക്കും. അല്ല, ഇതിൽ ഡയാന എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിൽ നമ്മളെ ഒന്ന് കരകയറ്റിയത് ഡയാന എന്ന് തന്നെ പറയണം അല്ലേ? ഉറപ്പായിട്ടും.